പത്തനംതിട്ട പീഡന കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 52ആയി. ആകെ 30 കേസുകളാണ് പെൺകുട്ടിയുടെ മൊഴി പ്രകാരം രജിസ്റ്റർ ചെയ്തത്. മലയാലപ്പുഴ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരു പ്രതിയെ ഇന്നലെ ചെന്നൈയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. ഇനി അറസ്റ്റിലാവാനുള്ളത് 7 പ്രതികളാണ്. സുജുറ്റി ബാബു ഉണ്ട് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങളായി. സുജുറ്റി ബാബു, ഈ ഒരു പത്തനംതിട്ട പീഡനം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിവരങ്ങൾ വന്ന സമയം തന്നെ വളരെ സജീവമായി പോലീസ് അന്വേഷണത്തിലാണ്. വളരെ പെട്ടെന്ന് എഫ്ഐആർ എടുക്കുകയും പ്രതികളുടെ അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആകെ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 52ആണ്. ഇനി ഏതാണ്ട് ഒരു 7 പേരെയാണ് നമുക്ക് ഇനിയും അറസ്റ്റ് ചെയ്യുവാനുള്ളത്. സിന്ധൂരി സൂചിപ്പിച്ച വളരെ ശരിയായ കാര്യമാണ്. ഒരു പോലീസിന് വിവരം ലഭിച്ചപ്പോൾ തന്നെ വളരെ കൃത്യമായ നടപടികൾ പൂർത്തിയാക്കിയാണ് പോലീസ് മുന്നോട്ട് പോയത്. ആദ്യം ഈ കേസ് കുടുംബശ്രീയുടെ കൗൺസിലിലേക്കാണ് ഇക്കാര്യം അറിയുന്നത്. പിന്നീട് CWCയിലേക്ക് എത്തുന്നു. CWC അത് പത്തനംതിട്ട SP തന്നെ കൈമാറുന്നു കേസ്. പിന്നീട് ഈ മാധ്യമങ്ങൾ പോലും അറിയുന്നത് ഈ കേസിലെ പോലീസ് നടപടികളിലേക്ക് കടന്നതിന് ശേഷമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായ കാര്യം മാധ്യമങ്ങൾ പോലും അറിയുന്നത്. രണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ തന്നെ 5 ആളുകൾ പോലീസിന്റെ കസ്റ്റഡിയിലായി കഴിയുകയും ചെയ്തിരുന്നു. അതിവേഗത്തിലാണ് നടപടികളെല്ലാം പോലീസ് പുരോഗമിക്കുന്നത്. ഇതുവരെ 30 കേസുകളാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത്. അതിൽ 22 പോലീസ് സ്റ്റേഷനിൽ 17 കേസ്, അതിൽ 25 പ്രതികളാണുള്ളത്. അതിൽ 19 പേരും പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 5 പേര് ആണ് ഇനി 22 പോലീസ് സ്റ്റേഷനിലുള്ള പ്രതികളെ കിട്ടാനുള്ള. ഒരു പ്രതി നേരത്തെ തന്നെ ജയിലിലായതിനെ തന്നെ ജയിലിലെത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ 17 കേസുകളായി 22 സ്റ്റേഷനുള്ള 20 പേരും ഇതിനോടകം തന്നെ അഴിക്കുള്ളിലായി എന്ന് പറയാം. മറ്റൊരു കാര്യം, പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ എടുത്ത 11 കേസുകളാണ്. ഇതിൽ 2 എണ്ണത്തിലൊഴികെ എല്ലാ കേസിലും പ്രതികളെയും ഇതിനോടകം പിടികൂടിയിട്ടുണ്ട്. 2 പ്രതികൾ വിദേശത്താണ്. ഇവർക്കായിരുന്നു ലുക്കൌട്ട് നോട്ടീസും പോലീസ് ഇതിനോടകം തന്നെ ഇറക്കുകയുണ്ടായി. മറ്റൊന്ന് പന്തളം, മലയാലപ്പുഴ എന്നീ സ്ഥലങ്ങളാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി പിടികൂടാനുള്ള 7 പ്രതികൾ മാത്രമാണ്. ഇതിൽ 5 പ്രതികൾ ഇലവൻതൊട്ട സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രതികളാണ്. അപ്പം ഇതുവരെ 52 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്രയധികം പ്രതികൾ പോലീസ് പിടിക്കുകയും അവരെ അഴിക്കുള്ളിലാക്കുകയും ചെയ്തത്. പോലീസ് ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണമാണ്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ കൃത്യമായി, അല്ലെങ്കിൽ ഒരു ബാലാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ കൃത്യമായ ഇടപെടൽ നടത്തുന്ന ഒരു കേസ് കൂടിയാണ്. അതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. സിന്ധൂരി.